ശബരിമലയും പരിസരവും ഇന്ന് സുന്ദരമാണെന്ന് 35 വർഷമായി മല ചവിട്ടുന്ന തൃശൂർ മാള അന്നമനട സ്വദേശി CD ഉദയകുമാർ. വർഷാവർഷം ശബരിമലയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. തീവ്രവ്രതമെടുത്ത് മല കയറി വരുന്ന ഭക്തർക്ക് ഒന്നിലേറെ തവണ തൊഴാൻ കഴിയുന്ന രീതിയിൽ എസ്കലേറ്റർ സംവിധാനമൊക്കെ ശബരിമലയിൽ ഭാവിയിൽ വരുമെന്ന പ്രത്യാശയും ഉദയകുമാർ പങ്കുവച്ചു. കോവിഡ് പ്രളയ സമയമൊഴികെ കഴിഞ്ഞ 35 വർഷമായി ഉദയകുമാർ സന്നിധാനത്ത് മുടങ്ങാതെ എത്തുന്നുണ്ട്. പണ്ടുകാലത്ത് ശബരിമലയിൽ പോവുക എന്ന് പറഞ്ഞാൽ ഭയം നിറഞ്ഞ കാര്യമായിരുന്നു. പലരും പറഞ്ഞു പേടിപ്പിക്കും. റോഡ് സൗകര്യം പോലുമില്ല. പിന്നീട് ഓരോ വർഷവും നല്ല മാറ്റം വന്നു. ഒരുപാട് സൗകര്യങ്ങൾ വന്നു. പണ്ട് വൃത്തിഹീനമായിരുന്ന പ്രദേശം ഇന്ന് സുന്ദരമാണെന്നും കേരള ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് ഓഫീസറായി വിരമിച്ച 67-കാരനായ ഉദയകുമാർ പറഞ്ഞു. 35 വർഷമായിട്ട് ഞാൻ എല്ലാ വർഷവും 2 വർഷം ഒഴികെ ആ കൊറോണ പീരീഡിലും പിന്നെ പ്രളയത്തിൻ്റെ ആ 2 വർഷം മാത്രം അതിൽ മുടക്ക് വന്നുണ്ട്. അല്ലാണ്ട് അടുപ്പിച്ച് 35 വർഷം ഈ ശബരിമല ദർശനം നടത്തുന്ന ആളാണ്. ഈ തവണത്തെ ദർശനം വളരെ സുഖകരമായിട്ട് നടത്താൻ പറ്റി. തിരക്കുണ്ടെങ്കിലും വളരെ നല്ലൊരു ഭഗവാന്റെ കൃപ കൊണ്ട് നല്ലൊരു ദർശനത്തിന് സാധ്യമായി. പിന്നെ പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൂടെ വരുമ്പോൾ പേടിയാണ്. ശബരിമലയിലേക്ക് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. പുലി അങ്ങനെ ഒന്നാമത് കുറേ ആൾക്കാർ പേടിപ്പിക്കും. പിന്നെ ഇത്രയും റോഡൊന്നും ഇങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നില്ല. എരിമേലിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പേടിയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് വളരെ അന്നും ദർശനമൊക്കെ സുഖം തന്നെ. ഇപ്പോൾ വളരെയധികം മാറ്റങ്ങളൊന്നും ഓരോ വർഷം ചെല്ലുന്തോറും മാറ്റങ്ങൾ കൂടി വരുന്നു. പിന്നെ ദർശനത്തിനുള്ള സൗകര്യങ്ങളും വളരെയധികം കൂടിയുണ്ട്. പിന്നെ വളരെ വൃത്തിയായി. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ വൃത്തിയുണ്ട്. പണ്ടിവിടെ ചവിട്ടാൻ പറ്റില്ല. പണ്ടൊക്കെ വരുമ്പോൾ ശബരിമല സന്നിധാനത്ത് വന്നു കഴിയുമ്പോൾ ചവിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തികേടും അഴുക്കും കാര്യങ്ങളൊക്കെ. ഇന്നൊക്കെ അതൊക്കെ വളരെ സ്വർഗം പോലെയായി ഇവിടെ. ഭാര്യ AC അനിതകുമാരിയുമൊത്ത് ബുധനാഴ്ച അയ്യനെ തൊഴുത് ഉദയകുമാർ വ്യാഴാഴ്ച ഉച്ചയോടെ മലയിറങ്ങി.